ജോണേട്ടാ, ഇന്ന് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തുടക്കത്തിൽ കോൺഗ്രസിനായിരുന്നു വളരെ വലിയ മുന്നേറ്റം. പിന്നീട് തെരഞ്ഞെടുപ്പിന് 3-4 ദിവസം മുൻപായിരുന്നു കോൺഗ്രസ് വലിയ ഓപ്പറേഷനിലൂടെ സന്ദീപ് വാര്യരെ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിച്ചത്. അവസാന ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അദ്ദേഹത്തിൻ്റെ ഒരു ജനപ്രീതി ഉണ്ടല്ലോ, അത് പിന്നോട്ടടിക്കുന്നൊരവസ്ഥയായിരുന്നു സന്ദീപ് വാര്യരുടെ വരവ് ഇടയാക്കിയത്. പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ സന്ദീപ് വാര്യരുടെ വരവ് വലിയ തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മുതലാക്കാനായിരുന്നു ഇപ്പോൾ CPM രംഗത്തെത്തിയത്. പത്രപരസ്യമെല്ലാം അദ്ദേഹം നൽകി. സന്ദീപ് വാര്യരുടെ പഴയ പോസ്റ്റുകൾ കുത്തിപ്പൊക്കിയാണ് പത്രപരസ്യം നൽകുന്നൊരു സാഹചര്യമുണ്ടായി. അതും ഈ ന്യൂനപക്ഷ സ്വാധീനമുള്ള പത്രസ്ഥാപനങ്ങൾക്കാണ് ഈ പരസ്യം നൽകിയത്. ഈ അവസാന ഘട്ടത്തിൽ, ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ എങ്ങനെ വിലയിരുത്തുന്നു? സന്ദീപ് വാര്യരെ കൊണ്ടുവന്നത് നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ ഒരു അപ്രതീക്ഷിത നീക്കമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ ആ നീക്കം അവർക്ക് തന്നെ തിരിച്ചടിയാകും എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ്സിൽ തന്നെ വലിയൊരു വിഭാഗം നേതാക്കന്മാർ പറയുകയും ചിന്തിക്കുകയും ചെയ്യുന്നു. അതിനുള്ള എതിർപ്പുകൾ ഉയർന്നു കഴിഞ്ഞു. പ്രത്യേകിച്ച് സന്ദീപ് വാര്യരെ പോലെ BJPയിൽ അത്രയും ഉന്നതമായ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ഒരാളെ കോൺഗ്രസ്സിലേക്ക് എത്തിക്കുമ്പോൾ ഈ ഇലക്ഷൻ സമയത്ത് അതുവരെ ഉണ്ടായിരുന്ന മേൽക്കൈ എങ്ങനെ നഷ്ടപ്പെടും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഈ കൊണ്ടുവന്ന ആളുകൾക്ക് കഴിയാതെ പോയി. CPM തന്ത്രപൂർവ്വം അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലേ? അതെ. കാരണം ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇനിയൊരു ചർച്ച വേണ്ട, അങ്ങനെയെങ്കിൽ സന്ദീപ് വാര്യർ BJP വിട്ട് CPMലേക്ക് വരികയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ച എന്തായാലും തെരഞ്ഞെടുപ്പിന് ശേഷം നടത്താമെന്നായിരുന്നു CPMന്റെ തീരുമാനം. ബുദ്ധിപരമായ നീക്കം അതാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് സന്ദീപ് വാര്യരെ പോലെ ഉള്ള ഒരു BJP നേതാവിനെ കോൺഗ്രസ്സിൽ എത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താ? BJPയുടെ വോട്ടുകൾ എല്ലാ പ്രവർത്തകരും അല്ലെങ്കിൽ BJP അനുഭാവികളായിട്ടുള്ള ആളുകളെല്ലാം സന്ദീപ് വാര്യർക്കെതിരെയുള്ള ഒരു വികാരം എന്നുള്ള നിലയിൽ BJPക്ക് വോട്ട് ചെയ്യും. വോട്ട് ചെയ്യാൻ മടിച്ചു നിൽക്കുന്ന ആളുകളും അല്ലെങ്കിൽ പാർട്ടിയോട് ഏതെങ്കിലും തരത്തിൽ അഭിപ്രായ ഭിന്നതയുള്ള ആളുകളും ഇലക്ഷൻ സമയത്തൊക്കെ അവർ വോട്ട് ചെയ്യാതെ പോവുകയൊക്കെ ചെയ്യും. ആ ആളുകളൊക്കെ എന്നാൽ പിന്നെ സന്ദീപ് വാര്യർ അങ്ങോട്ട് പോയി. ഈ വോട്ടെല്ലാം എന്ന് പറയുന്നത് സന്ദീപ് വാര്യർക്കെതിരായ വോട്ടാണ്. അത് BJP സ്ഥാനാർത്ഥിക്കുള്ളോട്ടുള്ള സന്ദീപ് വാര്യർക്കൊരു പണി കൊടുക്കണം. സന്ദീപ് വാര്യർ അപ്പുറത്ത് പോയാലും ഒന്നും സംഭവിക്കാനില്ല എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒന്നും സംഭവിക്കാനില്ല എന്ന് കാണിച്ചു കൊടുക്കണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ വോട്ടെല്ലാം ഇപ്പുറത്ത് കൃത്യമായി ചെയ്യും എന്നുള്ളതാണ്. ഇവിടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലാണ് തുടക്കം മുതൽ ആ തെരഞ്ഞെടുപ്പിൻ്റെ ആ സമയം മുതൽ രാഹുൽ മാങ്കൂട്ടത്തിലാണ് മുന്നിൽ പോയ ഒരു സ്ഥാനാർത്ഥി. അത് UDFൻ്റെ സ്ഥാനാർത്ഥി ജയിക്കും എന്നുള്ള തരത്തിൽ തന്നെ റിപ്പോർട്ടുകൾ വന്നു. 18,000 വോട്ടിന് ജയിക്കുമെന്നാണ് കോൺഗ്രസിൻ്റെ വിലയിരുത്തൽ. 18,000 വോട്ടിന്, ആ ഭൂരിപക്ഷത്തിന്. അത് ഷാഫി പറമ്പിൽ കഴിഞ്ഞ പ്രാവശ്യം വിജയിച്ചത് 3000 ചില്ലാന വോട്ടിനാണ് ജയിച്ചത്. ഇത്തവണ 18,000 വോട്ടിന് ജയിക്കും. അപ്പോൾ ഈ 18,000 വോട്ട് എന്നുള്ളത് സന്ദീപ് വാര്യർ വന്നതിന് ശേഷം ഗണ്യമായി ആ ഭൂരിപക്ഷം കുറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഒരുപക്ഷെ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പരാജയപ്പെട്ടേക്കാം എന്നുള്ള രീതിയിലേക്ക് സന്ദീപ് വാര്യരുടെ വരവ് കോൺഗ്രസ്സിനെ ഉലച്ചിരിക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ ഒരു കാരണവശാലും സന്ദീപ് വാര്യരെ പോലെ അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നെങ്കിൽ സന്ദീപ് വാര്യരെ തെരഞ്ഞെടുപ്പിന് ശേഷം കൊണ്ടുവരുന്നതായിരുന്നു നല്ലതെന്ന് ഇപ്പോൾ കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരും പ്രവർത്തകരും ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം അങ്ങനെ വന്നപ്പോഴത്തേക്ക് എല്ലാ ഫോക്കസും നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്. ഈ പാലക്കാട് ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം സന്ദീപ് വാര്യരിൽ നിന്ന് ചുറ്റിക്കറങ്ങുന്നതാണ്. കുറേ ദിവസങ്ങൾക്ക് ശേഷം പാലക്കാട് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നു, അതിൻ്റെ കുറേ പ്രചാരണ ദിവസം കഴിഞ്ഞതിന് ശേഷം പിന്നീട് സന്ദീപ് വാര്യർ, ആദ്യം ശോഭാ സുരേന്ദ്രൻ രംഗത്ത് വരുന്നു. അപ്പോൾ ശോഭാ സുരേന്ദ്രനെ ചുറ്റിപ്പറ്റി ചില കാര്യങ്ങളും വിവാദങ്ങളുമായിട്ട് അവിടെ നിൽക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം സന്ദീപ് വാര്യർ രംഗത്ത് വരുന്നു. പിന്നീട് ഇതെല്ലാം സന്ദീപ് വാര്യർ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു വാർത്തകളും പ്രചരണങ്ങളും ആയി തീരുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ സന്ദീപ് വാര്യർ എങ്ങോട്ട് പോകും, സന്ദീപ് വാര്യരുടെ പ്രസ്താവന വരുന്നു, BJP അതിനെതിരായി പ്രതികരിക്കുന്നു, K സുരേന്ദ്രൻ പ്രതികരിക്കുന്നു. ഇതിങ്ങനെ കുറേ ദിവസം നിൽക്കുന്നു. അണികൾ തമ്മിൽ സോഷ്യൽ മീഡിയയിൽ പരസ്പരം പോർ വിളിക്കുന്നു. സന്ദീപ് വാര്യർക്ക് അനുകൂലമായിട്ട് കുറച്ച് ആളുകൾ സംസാരിക്കുന്നു. കൂടുതൽ ആളുകളും സന്ദീപ് വാര്യർക്ക് എതിരെയാണ് സംസാരിച്ചത്, പാർട്ടിക്കെതിരാണ് എന്നുള്ള വികാരം വരും. പ്രത്യേകിച്ചൊരു തെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടിയെ ചതിക്കുന്ന നിലപാടെടുക്കുന്നു എന്നുള്ളത് ആ ഘട്ടത്തിൽ ശരിയായൊരു നിലപാടല്ലാത്തതുകൊണ്ട് ഈ BJP നല്ല വിശ്വാസിയാണ്, ഈശ്വരവിശ്വാസിയാണ്. ജോൾസിനെ കണ്ടിട്ടാണോ കോൺഗ്രസിൽ ചേർന്നത്? അല്ല, കയ്യില് ചരടെല്ലാം കെട്ടിയാണ് അദ്ദേഹം നടക്കുന്നത്. ചരടുണ്ടോ?
ഇപ്പോൾ ചരടില്ല. കയ്യില് ഇതുമുതൽ ഇതുവരെ ചരടായിരുന്നു. വേറൊരു പാർട്ടി വെള്ള, ചുവപ്പ്, കറുപ്പ് എല്ലാം മഴവിൽ കളറുകളായിരുന്നു കൈ മുഴുവൻ. ഇപ്പം പാർട്ടി കോൺഗ്രസ് മാറിയതിന് പിന്നാലെ ചരടെല്ലാം പോയിട്ടുണ്ട്. അതെ. അദ്ദേഹം RSS നിന്ന് മാറിയതാണോ അതോ ഹിന്ദു മതത്തിൽ നിന്നും തിരിച്ചു പോയതാണോ എന്ന് വ്യക്തമല്ല. ഈ കോൺഗ്രസിലേക്ക് പോയി പണ്ട് ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ അറിയാമല്ലോ. രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് പോയി മത്സരിക്കുന്നതും വരെ നമ്മൾ അത് കൊല്ലത്തുകാരനാണ്. നമ്മൾ കാണുമ്പോഴെല്ലാം രാജ്മോഹൻ ഉണ്ണിത്താൻ ഇങ്ങനെ കുറിയുണ്ട്. അത് എനിക്ക് തോന്നുന്നു കറുപ്പും പിന്നെ വേറെ ഏതോ കളർ, കറുപ്പ് മാത്രമാണ് കറുപ്പ്. അപ്പോൾ എല്ലാ പുറത്തിറങ്ങുമ്പോഴെല്ലാം ആ കുറിയോടുകൂടിയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ നമ്മൾ കണ്ടിട്ടുള്ളത്. കാസർഗോഡ് ചെന്നതിന് ശേഷം അദ്ദേഹം കുറി മായ്ച്ചു കളഞ്ഞു. അപ്പോൾ അത് അവിടെ കണ്ണൂർ ബോർഡറിൽ വായിക്കും. കാരണം അത് വലിയൊരു ശതമാനം വോട്ടും മുസ്ലിം സമുദായത്തിൻ്റെ ആയതുകൊണ്ട് അവിടെ കുറി അദ്ദേഹം ഉപേക്ഷിച്ചു. രാഷ്ട്രീയത്തിൽ തമാശ പാലക്കാട് എത്തിയപ്പോൾ വീണ്ടും കുറി കിട്ടോ? അത് ശരി, പ്രചരണത്തിന് അല്ല അവിടെ കുറി ആവശ്യം. രാഹുൽ മാങ്കൂട്ടത്തില് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നല്ലോ, രാവിലെ ഒരു മാധ്യമങ്ങളിൽ കണ്ടപ്പോൾ രാവിലെ തന്നെ കുറി അടിച്ചിട്ടുണ്ട്. കുറിക്ക് ഇത്രയും പ്രാധാന്യമുണ്ട്. പാലക്കാട് കുറിക്ക് അത്രയും പ്രാധാന്യമുണ്ട്. അവിടെ ഹിന്ദു ഭൂരിപക്ഷ മണ്ഡലമായതുകൊണ്ട് അത് കുറിക്ക് അത്രയും പ്രാധാന്യമുണ്ട്. ഇത് മറ്റേ സിനിമ, ഒരു ദിലീപിന്റെ ഒരു സിനിമയിൽ പണ്ടുണ്ടായിരുന്നു കുറി. അതെ അതെ, രാമലീല അങ്ങനെ എന്തൊരു സിനിമ ഉണ്ട്, അതിലിങ്ങനെ ദിലീപിനെ കുറി അടിച്ച് ഇറക്കുന്നത്. അതെ 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 അതെ. അല്ല, ഇലക്ഷനിൽ അത്തരം ഗിമിക്സുകളൊക്കെ ആവശ്യമാണല്ലോ. അല്ല, ജനങ്ങളെ ഇങ്ങനെ പറ്റിക്കാൻ കഴിയുമല്ലേ? ജനത്തെ പറ്റിക്കുക എന്നുള്ളതാണ് പ്രധാന ഹോബി. അപ്പോൾ ജനം പക്ഷേ ഇതൊക്കെ തിരിച്ചറിയുന്നുണ്ട്. ജനത്തിന് എല്ലാ കാലത്തൊന്നും പറ്റിക്കാനൊന്നും പറ്റില്ല. ഇവിടെ ഈ സന്ദീപ് വാര്യർ മാത്രമേ കോൺഗ്രസിലേക്ക് പോയിട്ടുള്ളൂ. അതും വലിയൊരു തിരിച്ചടിയാണ്. സന്ദീപിനൊപ്പം പാർട്ടിയിലേക്ക് മറ്റാരും എത്തിയിട്ടില്ല. അതായത് സന്ദീപ് പോയതിന് പിന്നാലെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ നിന്നും ചില കൗൺസിലർമാർ രാജിവെക്കും. അതെ, കോൺഗ്രസ് പോയില്ലല്ലോ. ഇല്ല, പോയിട്ടില്ല. കോൺഗ്രസിലേക്ക് എത്തുമെന്നൊരു പ്രചരണം ഉണ്ടായിരുന്നു. അത് അവസാനം മുതലാക്കിയത് BJP ആണ്. ഈ കൗൺസിലർമാരെ എല്ലാം ഉൾപ്പെടുത്തി പാലക്കാട് നഗരത്തിൽ വലിയൊരു റോഡ് ഷോ അവർ നടത്തിയിട്ടുണ്ട്. അല്ല, അതാ ഞാൻ പറഞ്ഞത്, ഈ സന്ദീപ് വാര്യർ BJP വിട്ട് കോൺഗ്രസിലേക്ക് പോയപ്പോൾ അത് നേട്ടമായി മാറിയത് BJPക്കാണ്. കാരണം അതുവരെ ഈ വിഭാഗീയത ഉണ്ടായിരുന്ന ആളുകളല്ല. ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഈ കലാശക്കൊട്ടിന് പിന്നെ വളരെ ശക്തമായിട്ട് വരുന്നു. പിന്നെ കുട്ടിക്കലാശത്തിൽ ശക്തമായ സാന്നിധ്യമായി രംഗത്തുണ്ടായിരുന്നു. അതുപോലെ RSS വളരെ കൃത്യമായി രംഗത്തിറങ്ങുന്നു. വോട്ട് ഉറപ്പിക്കാൻ RSS എന്തൊക്കെ പറഞ്ഞാലും RSS രംഗത്തിറങ്ങുമ്പോഴാണ് ഈ വോട്ട് പെട്ടി വീഴുക. അപ്പോൾ RSS രംഗത്തിറങ്ങുന്നു. ഈ സമയത്ത് സന്ദീപ് വാര്യർ അപ്പുറത്തേക്ക് പോയതോടുകൂടി ഇവിടെ BJPക്ക് ആ എഡ്ജിലേക്ക് എത്താൻ പറ്റി എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണുന്ന കാര്യം. ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പിൻ്റെ കുറച്ച് ദിവസം മുമ്പാണ് സന്ദീപ് വാര്യർ അപ്പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ വീണ്ടും സന്ദീപിനെ ചുറ്റിപ്പറ്റിയായി വാർത്തകളും ചർച്ചകളും. പക്ഷേ ഒരാളെപ്പോലും സന്ദീപ് വാര്യർ പോയ കോൺഗ്രസിലേക്ക് BJPയിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ അത് സന്ദീപ് വാര്യരുടെ വലിയ പരാജയമാണ്. കാരണം അദ്ദേഹത്തിന് ഒരു അനുയായി പോലും ഇല്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം അത്രയും നാൾ BJPയിൽ നിന്നിട്ട് അദ്ദേഹത്തിന് ഒരാളെപ്പോലും അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഏത് തരത്തിലുള്ള നേതാവാണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം. ഇത് തന്നെയാണ് കോൺഗ്രസിനെ തിരിച്ചടിക്കാൻ പോകുന്നത്. കാരണം ഈ ഒരുമിച്ച് എല്ലാവരും CPM അത് മുതലാക്കുന്നു, പ്രത്യേകിച്ച് BJPയെ സംബന്ധിച്ച് വിഭാഗീയമായി ചിന്തിച്ചിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവരെല്ലാം ഒരുമിക്കുന്നു. കൃഷ്ണകുമാർ എന്ന സ്ഥാനാർത്ഥി ജയിക്കണം എന്നുള്ളത് അവരുടെ എല്ലാം ആവശ്യമായി മാറുന്നു. ഇങ്ങനെ ഒരു മണ്ടൻ തീരുമാനമാണോ എടുത്തത് എന്നുള്ളത് കോൺഗ്രസ് പുനർചിന്തിക്കേണ്ട അവസ്ഥയിലെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കാണുന്നത്.